എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഹിസ്റ്ററി ഭാഗത്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക്, തുടക്കക്കാരാണെങ്കിൽ പോലും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ഒരു ഓൺലൈൻ ബാച്ച് ഉണ്ട്. ലൈവ് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുവഴി നിങ്ങൾക്ക് ഗ്രാജുവലി നിങ്ങളുടെ നോളജ് ബിൽഡ് ചെയ്ത് മാർക്സ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബാച്ചാണ്. താല്പര്യമുള്ളവർ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 1663 പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വിദേശികൾ ആര്? 1663 പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വിദേശികൾ ആര്? ഡച്ചുകാർക്ക് കനത്ത പരാജയം നേരിട്ട കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏത്? ഡച്ചുകാർക്ക് കനത്ത പരാജയം നേരിട്ട കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. 1741. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ. കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ ആരായിരുന്നു? കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ ആരായിരുന്നു? കുഞ്ഞാലി മരക്കാർമാർ. കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം ഏത് കോട്ട ആയിരുന്നു? കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം ഏത് കോട്ടയായിരുന്നു? വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട. വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട. പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന ചാലിയൻകോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന ചാലിയൻകോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമൻ. കുഞ്ഞാലി മൂന്നാമൻ. ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യം ഏത്? ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യം ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീൻ. ഏതൊക്കെ യൂറോപ്യന്മാർ തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്? ഏതൊക്കെ യൂറോപ്യന്മാർ തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക നിയന്ത്രണത്തിലാക്കിയത് ആര്? കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക നിയന്ത്രണത്തിലാക്കിയത് ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാർ. ഹിസ്റ്ററി ഓഫ് കേരള എന്ന കൃതി രചിച്ചതാര്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന കൃതി രചിച്ചത് സർദാർ കെ.എം. പണിക്കർ. സർദാർ കെ.എം. പണിക്കർ. ഇംഗ്ലീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ പാണ്ഡികശാലകൾ ആരംഭിച്ചത് എവിടെയല്ല? ഇംഗ്ലീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ പാണ്ഡികശാലകൾ ആരംഭിച്ചത് എവിടെയല്ല? വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ഇംഗ്ലീഷുകാർക്ക് നൽകിയത് ആര്? അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ഇംഗ്ലീഷുകാർക്ക് നൽകിയത് ആറ്റിങ്ങൽ റാണി. ആറ്റിങ്ങൽ റാണി. അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം ഏത്? അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം 1695. 1695. പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ആദ്യകാലത്തെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രം ഏതായിരുന്നു? പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ആദ്യകാലത്തെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രം ഏതായിരുന്നു? അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങ്. ഇംഗ്ലീഷുകാരുടെ ഇടപാടിൽ അസ്വസ്ഥരായ പ്രദേശവാസികൾ അഞ്ചുതെങ്ങ് കോട്ട ആക്രമിച്ച വർഷം ഏത്? ഇംഗ്ലീഷുകാരുടെ ഇടപാടിൽ അസ്വസ്ഥരായ പ്രദേശവാസികൾ അഞ്ചുതെങ്ങ് കോട്ട ആക്രമിച്ച വർഷം 1697. 1697. അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് പാണ്ഡികശാലയുടെ തലവൻ ആരായിരുന്നു? അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് പാണ്ഡികശാലയുടെ തലവൻ ഗിഫോർഡ്. ഗിഫോർഡ്. ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോയ 150ഓളം വരുന്ന ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ച സംഭവം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോയ 150ഓളം വരുന്ന ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ച സംഭവം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് 1721. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.